अस्सलाम वालेकुम, वेलकम टू माय चैनल। उम्मीद है आप सब ठीक होंगे। गाइस एक्चुअली ये टोटली मैं कंफ्यूज था कि ब्लॉग स्टार्ट करूं तो कौन सी ज़ुबान में स्टार्ट करूं, क्योंकि मेरे जो दोस्तों में और पहचानने वालों में काफ़ी मलयालम जानने वाले हैं जिनको हिंदी नहीं आती, और काफ़ी लोग जो है हिंदी जानने वाले हैं जिनको मलयालम नहीं आती होती। तो मैं टोटली कंफ्यूज था कि कौन सी ज़ुबान में मैं ब्लॉग दूँ। तो ये सोचते सोचते दिन गुजर गए, महीने गुजर गए, साल गुजर गए, तो आखिर ये नतीजे पे पहुंचा कि दोनों ज़ुबान में ब्लॉग देना है। तो इंशाल्लाह मैं दोनों ज़ुबान में ब्लॉग दूंगा, मलयालम में भी दूंगा और हिंदी में भी दूंगा, ताकि इन दोनों की तरफ से जो है मलयालम जानने वाले और हिंदी जानने वाले दोनों की तरफ से शिकायत ना आए। तो मैं ज़रूर दोनों ज़ुबान में दूंगा और आप लोगों की सपोर्ट मुझे ज़रूर चाहिए। ഹലോ ഗൈസ്, ഇന്ന് നോമ്പ് തുറക്കാൻ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് സ്പെഷ്യൽ മീൻസ് ഞാൻ ആദ്യമായിട്ടാണ് ആ പേര് കേൾക്കുന്നത്, അതുകൊണ്ട് എനിക്കൊരു സ്പെഷ്യലായിട്ട് തോന്നുന്നത്. ഞാൻ ഇതുവരെ കേട്ടിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. അതിന് പേരെന്താ വെച്ചാൽ ബഗാര ഖാന. ഗൈസ്, അപ്പോൾ ബഗാര എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കിച്ചണിൽ പോയേക്കാം. എന്നാലേ നമുക്ക് തുടക്കത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ തന്നെ കിച്ചണ്, നമുക്ക് അവിടെ പോയേക്കാം. ഗൈസ്, ഞാൻ പറഞ്ഞില്ല, ഇത് ഞങ്ങൾ വീട്ടിൽ 6 പേരുള്ളൂ, പിന്നെ ഹീനാബാജി കുട്ടികളെ കൂട്ടിയിട്ട് നമ്മളൊരു 9 പേരേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി മമ്മി ഇത് പുറത്ത് പാവങ്ങൾക്കും കുറച്ച് കൊടുക്കാമെന്നുള്ളൊരു ഇതിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് പേക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ പുറത്ത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക്. ഗൈസ്, ഭക്ഷണം പേക്കാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ കൊടുത്ത് തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. അൽഹംദുലില്ലാ, കൊണ്ടുവന്ന പാക്കറ്റ് മൊത്തം കൊടുത്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കാൻ വാങ്ങി കൊടുക്കാനായി. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ്. ഓക്കെ, ഹാജ് ഹമാര സ്പെഷ്യൽ ഗസ്റ്റ്. ഇന്നത്തെ നമ്മുടെ പ്രധാന അതിഥികളാണ് ഇവർ രണ്ടുപേരും. ചലോ മേ ജാനോ. അസ്സലാം വലൈക്കും. ആ ഗയാ ചേരാ. बताओ, എത്ര നോമ്പാണെന്ന് വെച്ചത്? ഇന്ന് എത്ര നോമ്പെടുത്ത്? 1 या 2? कितने रोजे रखे आज? 1 भी नहीं. अयो പാവം, ഒറ്റ നോമ്പ് വെച്ചിട്ടില്ല. തന്ന് നാളെ വെക്കുക. കൽ रखेंगे ना? कल रोजा रखेंगे. മലയാളം മലയാളം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഇഫ്താർ എല്ലാവരും ഒരുമിച്ച് ഇഫ്താറൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇന്നൊരു ഒരു നല്ല പ്രവൃത്തി ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. വീണ്ടും അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. വീണ്ടും പുതിയ പുതിയ വിശേഷങ്ങളുമായി തീർച്ചയായും ഞാൻ നിങ്ങളെ മുന്നിൽ ഇനിയും വരും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തീർച്ചയായിട്ടും വേണം. അതേപോലെ തന്നെ വ്ളോഗ് എല്ലാവരും ലൈക്ക് ചെയ്യണം, അതേപോലെ ഷെയർ ചെയ്യണം. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഖുദാഫിസ്, ഗുഡ് ബൈ.